ഹലോ, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 29/12/2024 ഇന്ന് ചരിത്രത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. കാരണം നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ, കലൂർ സ്റ്റേഡിയത്തിൽ 11,600 പേര് ചേർന്ന് അവതരിപ്പിക്കുന്ന ഭരതനാട്യം ലോക റെക്കോർഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം ഒരു 2:30 ആയപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പോൾ ഒരു 4 മണിയോടുകൂടി തന്നെ ഇവിടെ ബാക്കിയുള്ള ആളുകളെ എല്ലാം ഈ സ്റ്റേഡിയത്തിലോട്ട് പ്രവേശിപ്പിച്ചത്. അതുപോലെ തന്നെ 10,176 പേര് പങ്കെടുത്ത ഭരതനാട്യത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2020 ഫെബ്രുവരി 8 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ച് തമിഴ്നാട് സർക്കാരിൻ്റെ ടൂറിസം വകുപ്പായിരുന്നു എടുത്തിരുന്നത്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ തിരുക്കുറൾ അടിസ്ഥാനമാക്കിയായിരുന്നു നൃത്തം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നർത്തകരായിരുന്നു പങ്കെടുത്തത്. ആന്ധ്ര, ഗുജറാത്ത്, കർണാടക, കേരളം, മഹാരാഷ്ട്ര, പുതുച്ചേരി, രാജസ്ഥാൻ, തെലങ്കാന കൂടാതെ തമിഴ്നാട് സംസ്ഥാനവും ശ്രീലങ്കയിൽ നിന്നുള്ള നർത്തകരുമായിരുന്നു പങ്കെടുത്തത്. തമിഴ്നാട്ടിലെ ചെന്നൈ, ഗൗരിവാക്കം, വാളാഞ്ചേരി, താമ്പരം റോഡിലുള്ള സിവറ്റ് കോളേജിലായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ 11,600 പേര് ചേർന്ന് അവതരിപ്പിക്കുന്ന ഭരതനാട്യം ലോക റെക്കോർഡിലേക്ക് മൃദംഗനാഥം സംഘടിപ്പിച്ച പരിപാടിക്ക് ഗിന്നസ് അധികൃതർ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറി. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഉത്തര ഉണ്ണി, വിദ്യ ഉണ്ണി, ഋതുമന്ത്ര, പാരീസ് ലക്ഷ്മി തുടങ്ങിയവരും നൃത്തമാടി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം നൽകി. പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായിട്ടാണ് ഭരതനാട്യം അവതരിപ്പിച്ചത്.
അതുപോലെ തന്നെ കേരളത്തിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങൾ, US, UK, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ 50-ൽ പരം രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നർത്തകരാണ് ഇവിടെ പങ്കെടുത്തത്. അതുപോലെ തന്നെ ബ്ലൂ സിൽക്ക് സാരി ധരിച്ച നർത്തകരാണ് ഇവിടെ പങ്കെടുത്തത്. 8 മിനിറ്റ് നീണ്ട ഡാൻസിന് റെക്കോർഡാണ് നേടിയേക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രി സജി ചെറിയനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഗോകുൽ ഗോപകുമാർ സംഘവും ഗാനങ്ങൾ അവതരിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള 550-ൽ താഴെയുള്ള നൃത്ത അധ്യാപകരാണ് ചടങ്ങിൽ നൃത്തം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ വരെ ഈ നൃത്തത്തിൽ പങ്കെടുത്തിരുന്നു. 6 മാസം മുമ്പാണ് പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്തതെന്ന് സംഘാടകർ പറയുന്നത്. ഒഫീഷ്യലി അതുപോലെ തന്നെ ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ലീസിന് എടുത്തിട്ടിരിക്കുകയാണ് ഈ കലൂർ സ്റ്റേഡിയം. അതുപോലെ തന്നെ ISL ഫുട്ബോൾ മാച്ച് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് തന്നെ ആൾക്കാരെ കൊണ്ടുവരാൻ നൃത്തം ദിവ്യാവുണ്ണി മാത്രം അവിടെ നിന്ന് അവതരിപ്പിച്ചത്. There we go. The largest Bharatanatyam dance was achieved by Mridanga Vision Premium Art Magazine. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.